Hello, beautiful souls. Welcome back to another video of Triple I Commerce Academy. എക്സാം ഒക്കെ കഴിഞ്ഞ് വളരെ റിലാക്സ് ചെയ്തിരിക്കുകയായിരിക്കും. ചിലപ്പോൾ ചെറുതായിട്ട് ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, വെക്കേഷൻ ഒക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുട്ടി വീഡിയോ ആയിട്ടാണ്. അധികം കാര്യങ്ങളൊന്നുമില്ല, വളരെ ഷോർട്ടായിട്ട് വളരെ ക്രിസ്പായിട്ട് കാര്യങ്ങൾ പറയാം. +2 ഇംഗ്ലീഷിൻ്റെ തേർഡ് ടേമിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, എന്തൊക്കെയാണ് നമ്മൾ റെഫർ ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഏകദേശം എല്ലാ സബ്ജക്റ്റിൻ്റെയും അവസാന ഭാഗങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ +2 കാലഘട്ടത്തിൻ്റെ തന്നെ ലാസ്റ്റ് ഒരു ടൈമിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ടൂർ നടക്കുന്നുണ്ടാവും, ക്ലാസ്സിൽ പറഞ്ഞ പോലെ സ്കൂളിൽ സെൻഡ് ഓഫിൻ്റെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് തുടങ്ങേണ്ട സമയങ്ങളൊക്കെ ആയിട്ടുണ്ടല്ലോ. ഇപ്പം ഇൻ ജനറൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ +2 കാലഘട്ടം അവസാനിക്കാൻ പോവുകയാണ്. അപ്പം അതിനു മുന്നേ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ പെർട്ടിക്കുലർലി പറയുകയാണെങ്കിൽ നമ്മുടെ അവസാനത്തെ ടേം ആയിട്ടുള്ള തേർഡ് ടേമിൽ എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് നമ്മൾക്ക് അറിയണം. ഓൾറെഡി നിങ്ങൾക്ക് അറിയായിരിക്കും കുറേ കാര്യങ്ങളൊക്കെ, കാരണം നമ്മൾ കുറേ അധികം ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും ഒക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. ബട്ട് തേർഡ് ടേമിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ നിങ്ങൾക്കുണ്ടാവും. അഥവാ ആർക്കെങ്കിലും അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഇല്ല എങ്കിൽ, അങ്ങനെ ഒരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ അത് തരിക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ ചെയ്യണം കേട്ടോ. അപ്പം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. എന്തൊക്കെയാണ് തേർഡ് ടേമിൽ പഠിക്കാനുള്ളത്? ബാക്കിലെ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ റേസ് ഇങ്ങനെ പോയി നമ്മൾ ഫിനിഷിംഗ് ലൈനിലേക്ക് എത്താൻ വേണ്ടി ഇങ്ങനെ ടച്ച് ചെയ്യാൻ പോവാണ്. ഒരു 75%, 80 to 85% നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി വളരെ കുറച്ച് ദൂരം മാത്രമേ നമുക്ക് ട്രാവൽ ചെയ്യാനുള്ളൂ. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ട്രാവൽ ചെയ്ത ദൂരം മുഴുവൻ നമ്മൾ ഒന്നും കൂടെ നടന്ന് ജസ്റ്റ് ഒന്നിലേക്ക് ഒന്ന് റിവൈസ് ചെയ്യും. അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുമെന്ന് പറയില്ലേ, അതും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ടാവും. അപ്പം എന്താണ് ഇനി നമ്മൾക്ക് തേർഡ് ടേമിൽ പഠിക്കാനുള്ളത്? ദാറ്റ് ഈസ് വാട്ട് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ പറയുന്ന 5 യൂണിറ്റുകൾ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇതിൽ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് ആൻഡ് ദിസ് ഇസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് വരെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇതിലാകെ ഇനി നമുക്ക് പഠിക്കാൻ ബാക്കിയുള്ള ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റാമത്തെ ചാപ്റ്റർ അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റത്തെ ചാപ്റ്റർ ഏതാണ്? ക്രൈം ആൻഡ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറി. ഇറ്റ്സ് ക്വൈറ്റ് എന്താ പറയുക, ഒരു വലിയ കഥയാണ് കേട്ടോ. അപ്പം ഒരു അധ്യാപകനും ആ അധ്യാപകൻ്റെ ഒരു സ്റ്റുഡൻറ്റും തമ്മിലുള്ള കുറേ ഇമോഷണൽ സംഭവങ്ങളും അതുപോലെ കുറേ എന്താ പറയണ്ടേ കോൺഫ്ലിക്റ്റുകളൊക്കെ വരുന്ന ഒരു ചാപ്റ്ററാണ്. രസമുള്ളൊരു പരിപാടിയാണ് കേട്ടോ, രസമുള്ളൊരു ചാപ്റ്ററാണ്. അതായിരിക്കും നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പം നിങ്ങൾക്ക് ബാക്കിൽ കാണുന്നത് നമ്മുടെ ആനുവൽ പ്ലാൻ, സ്കീം ഓഫ് വർക്ക് എന്ന് പറയും. അതായത് നിങ്ങൾക്ക് ഓരോ എന്താ പറയണ്ടേ ടേമിലും എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ഇൻഫർമേഷൻ തരുന്ന ഒരു എന്താ പറയുക ടേബിളാണിത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വ്യക്തം എന്താ പറയണ്ടേ ഓരോ ടേമിലും ഇവിടെ ഫസ്റ്റ് ടേമിൽ എന്തൊക്കെ പഠിക്കാനുണ്ട്, സെക്കൻഡ് ടേമിൽ എന്തൊക്കെ പഠിക്കാൻ ഉണ്ടായിരുന്നു അല്ലേ, ഇതിനെക്കുറിച്ചിട്ടൊക്കെ വ്യക്തമായ ധാരണയുണ്ട്. തേർഡ് ടേമിലേക്ക് വരുന്ന സമയത്ത് വാട്ട് വി ഹാവ് ഇസ്, നോക്കിക്കോളൂ, നമുക്ക് ക്രൈം ആൻഡ് പണിഷ്മെന്റ് എന്ന് പറയുന്ന സ്റ്റോറി പഠിക്കാനുണ്ട്. അത് മാത്രമാണ് ചാപ്റ്റർ ആയിട്ട് പഠിക്കാനുള്ള. പിന്നെ കുറേ ലാംഗ്വേജ് എലമെന്റ്സ്, ഗ്രാമർ പാർട്ട്, അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ. അതൊന്ന് നോക്കി വെക്കുക. അതുപോലെ തന്നെ പിന്നെ വരുന്ന സംഭവം എന്താണെന്നുള്ളത് നോക്കിക്കോ. പിന്നെ വരുന്നത് റിവിഷനാണ്. മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് റിവിഷനാണ്. കാണത്തില്ലടാ, യെസ് കാണാലോ, ഇതാണ് സംഭവം. റിവിഷനാണ് പിന്നെ വരുന്നത്. അപ്പോൾ ഈ പഠിച്ച എല്ലാ ചാപ്റ്റേഴ്സും, ഈ പറയുന്ന നമ്മൾ ഓൾറെഡി ഡിസ്കഷൻ നടത്തിയിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും റിവിഷൻ അടക്കം കാര്യങ്ങൾ ഇനി വരുന്നുണ്ടാകും. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യണം, ഉഷാറാക്കണം. ലാസ്റ്റ് എന്താ പറയണ്ടേ, +2 കാലഘട്ടം അവസാനിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു എൻഡ് ഓഫ് എൻ എറ എന്നൊക്കെ പറയില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു നമ്മൾ കുറേ അധികം ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള കുറേ ആൾക്കാരിൽ നിന്ന്, ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഉള്ള ഒരു മാറ്റവും കൂടെയാണ് ഈ പറയുന്ന +2 കാലഘട്ടത്തിൻ്റെ ഒരു അവസാനം എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ നന്നായിട്ട്, ഈവൻ നമ്മുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും നമ്മുടെ ഈ സ്റ്റഡീസിൻ്റെ കാര്യത്തിലാണെങ്കിലും വ്യക്തമായിട്ട് വളരെ നല്ല വൃത്തിയായിട്ട് അവസാനിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇംഗ്ലീഷിൻ്റെ കാര്യം നമുക്ക് സെറ്റാക്കാം. ഓക്കെ, നമുക്കത് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം അതിനെക്കുറിച്ചൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ കാര്യങ്ങളൊന്നും ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു, വളരെ ക്രിസ്പായിട്ട് കുഞ്ഞു വീഡിയോ ആയിട്ടായിരിക്കും ഞാനത് ചെയ്യുക. വാക്ക് ഞാൻ തെറ്റിക്കുന്നില്ല. ഇനി അങ്ങോട്ട് നമ്മുടെ ഡിസ്കഷനിൽ വരാനുള്ള ടോപ്പിക്കുകളും ചാപ്റ്റേഴ്സുമായിട്ട് അതിൻ്റെ ഡിസ്കഷൻസ് ഒക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ടാകും. സോ വിൽ മീറ്റ് യു ദേ ആൻഡ് ഐ ഹോപ്പ് ഇറ്റ് വാസ് യൂസ്ഫുൾ. ഇഫ് ഇറ്റ് വാസ് യൂസ്ഫുൾ, പ്ലീസ് ഡു ഷെയർ with your friends, and I will come back with another video. ഏതെങ്കിലുമൊക്കെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. Till then, this is me, Hari, signing off. Thank you very much for watching.